ട്രേഡിംഗ് എന്തുമാത്രം ഡിഫിക്കൽട്ടായിട്ടുള്ള ഒരു ജോബാണെന്ന് കാണിച്ചു തരുന്ന ഒരു മാർക്കറ്റാണ് ഇന്നുണ്ടായിട്ടുള്ളത്. 3 PM ക്യാൻഡിലുകൾ വളരെയധികം ഫേമസ് ആണെങ്കിൽ കൂടിയും ഇന്നത്തെ 3 PM ക്യാൻഡിൽ അതും ഹയർ സൈഡിലേക്ക് സ്പൈക്ക് ചെയ്ത് കോൾ ഷോർട്ട് ചെയ്ത ആളുകളെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചു. നമുക്ക് നിഫ്റ്റിയുടെ അനാലിസിസും മാർക്കറ്റ് ന്യൂസും കാണാം. എല്ലാ ദിവസവും വൈകിട്ട് 7 മണിക്കുള്ള മാർക്കറ്റ് ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ സിയാദ് ഇല്ലിക്കൽ. നിഫ്റ്റിയുടെ ചാർട്ടിലേക്ക് പോകാം. നിഫ്റ്റി ഓപ്പൺ ചെയ്തത് തന്നെ സ്ലൈറ്റ്ലി ഒരു ഗ്യാപ്പ് അപ്പിലാണ്. അതിനുശേഷം ഓൾ ടൈം ഹൈ ഭേദിച്ചു. 21,590 എന്ന റേഞ്ച് ക്രോസ് ചെയ്തതിന് ശേഷം 21,666 സമീപത്ത് മാർക്കറ്റ് ക്ലോസ് നടത്തി. 21,465 അതായത് ഇന്നലത്തെ ക്ലോസിങ്ങിൽ നിന്ന് 200 പോയിന്റ് റാലി രേഖപ്പെടുത്തി. അതായത് ഓൾ ടൈം ഹൈ ബ്രേക്ക് ചെയ്തിട്ടുള്ളത് ഓൾമോസ്റ്റ് മാർക്കറ്റ് ക്ലോസ് ചെയ്യാനായിട്ട് ഏതാനും മണിക്കൂറുകൾ മാത്രം ഉള്ളപ്പോഴാണ്. അതായത് ഏകദേശം ഒരു ഹാഫ് ആൻ അവറിനുള്ളിലാണ് മാർക്കറ്റ് അതിശക്തമായ രീതിയിൽ റാലി രേഖപ്പെടുത്തിയത്. നിഫ്റ്റി കഴിഞ്ഞ ദിവസം ക്ലോസിങ്ങിൽ നിന്ന് 206 പോയിന്റ്, സെൻസെക്സ് 680 പോയിന്റ്, നിഫ്റ്റി ബാങ്ക് 539 പോയിന്റിൻ്റെ അതിശക്തമായ ഒരു റാലി രേഖപ്പെടുത്തി. NSEയിൽ ഏകദേശം 1900 കമ്പനീസ് കഴിഞ്ഞ ദിവസം ക്ലോസിങ്ങിന് മുകളിൽ ക്ലോസ് ചെയ്തപ്പോൾ 1059 കമ്പനീസിൽ പ്രോഫിറ്റ് ബുക്കിംഗ് കണ്ടു. നിഫ്റ്റിയിൽ ഇന്ന് മികച്ച പ്രകടനം കാഴ്ചവെച്ചിട്ടുള്ളത് സിമൻറ്റ് സെക്ടറിലുള്ള അൾട്രാടെക് സിമൻ്റ് ആണ്. ന്യൂസ് ഉണ്ട്, നമുക്ക് അത് വിശദമായിട്ട് ചർച്ച ചെയ്യാം. അൾട്രാടെക് സിമൻറ്റ് 4.5% റാലി രേഖപ്പെടുത്തി. ഹിൻഡൽകോ 4%, ബജാജ് ഓട്ടോ 4%, JSW സ്റ്റീൽ 3%, ടാറ്റ മോട്ടേഴ്സ് 3%-അടുത്ത് റാലി രേഖപ്പെടുത്തിയപ്പോൾ ONGC, NTPC, അദാനി എൻ്റർപ്രൈസസ്, UPL, ബ്രിട്ടാനിയ തുടങ്ങിയ കമ്പനീസ് 0.5% മുതൽ 1% താഴെ മാത്രമാണ് പ്രോഫിറ്റ് ബുക്കിംഗ് കണ്ടിട്ടുള്ളൂ. നിഫ്റ്റിയിൽ ഇന്ന് ഇത്ര അധികം മുന്നോട്ട് നിഫ്റ്റീനെ കൊണ്ടുപോയത് ആരാണ്? നിഫ്റ്റിയിലെ ടോപ്പ് മൂവേഴ്സ് നോക്കാം. HDFC ബാങ്ക് 36 പോയിന്റ് റാലി രേഖപ്പെടുത്തിയപ്പോൾ നിഫ്റ്റിയിൽ ഏകദേശം ഒരു 220 പോയിന്റിൻ്റെ 0.17% കോൺട്രിബ്യൂഷൻ നടത്തിയിട്ടുള്ളത് HDFC ബാങ്കാണ്. ഇൻഫോസിസ് ഇന്ന് 20 പോയിന്റ് റാലി രേഖപ്പെടുത്തിയപ്പോൾ അത് നിഫ്റ്റിയിൽ 0.1% അത് റാലിക്ക് കാരണമായി. L&T 15 പോയിന്റ് റാലി രേഖപ്പെടുത്തിയപ്പോൾ നിഫ്റ്റിയിൽ അത് 0.07%, ICICI ബാങ്ക് 13 പോയിന്റ് റാലി രേഖപ്പെടുത്തിയപ്പോൾ നിഫ്റ്റിയിൽ അത് 0.06%, എയർടെലും അൾട്രാടെക് സിമൻറ്റും നിഫ്റ്റിയിലെ റാലിക്ക് ചുക്കാൻ പിടിച്ചു. അപ്പോൾ NSEയിൽ നിഫ്റ്റി മൂവേഴ്സ് എന്ന് ഉള്ള ആ ഒരു ടാബിൽ അതാത് ഇൻഡെക്സിൽ ഏറ്റവും ടോപ്പ് പെർഫോമൻസ് ചെയ്യുന്നത് ആരാണ്, വീക്കായിട്ടുള്ള പെർഫോമൻസ് ചെയ്യുന്നത് ആരാണെന്നൊക്കെ അറിയാൻ സാധിക്കും. അതുപോലെ തന്നെ നിഫ്റ്റി ബാങ്കിൽ നോക്കുകയാണെങ്കിൽ HDFC ബാങ്ക് നിഫ്റ്റി ബാങ്കിൻ്റെ 0.35% കോൺട്രിബ്യൂട്ട് ചെയ്തു. ICICI ബാങ്ക് 0.19% കോൺട്രിബ്യൂട്ട് ചെയ്തു. SBI 0.16% കോൺട്രിബ്യൂട്ട് ചെയ്തു. ഇൻഡസ്ഇൻഡ് ബാങ്ക് 0.1% കോൺട്രിബ്യൂട്ട് ചെയ്തു. ആക്സിസ് ബാങ്കും ബാങ്ക് ഓഫ് ബറോഡയും കോൺട്രിബ്യൂട്ട് ചെയ്തു. ഫെഡറൽ ബാങ്കും ഈവൻ നിഫ്റ്റി ബാങ്കിലുള്ള കമ്പനീസാണ്, ബാങ്കിലുള്ള കമ്പനിയാണ്. 12 കമ്പനിയാണ് നിഫ്റ്റി ബാങ്കിലുള്ളത്. HDFCയുടെ ലേലത്തിന് ശേഷം 13 ഉള്ളത് 12 മാറി. ഇനി നമുക്ക് ഗ്ലോബൽ മാർക്കറ്റ് പരിശോധിക്കാം. അപ്പോൾ നിഫ്റ്റി ഇത്ര ശക്തമായിട്ട് റാലി രേഖപ്പെടുത്തുമ്പോൾ അതിൻ്റെ ഒരു ഗുണം വേണമെങ്കിൽ നമുക്ക് ഇക്വിറ്റിയിൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തണം. അപ്പോൾ ഇക്വിറ്റിയിൽ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള സ്റ്റോക്കുകൾ കണ്ടുപിടിക്കാൻ പറ്റാത്ത ആളുകൾക്ക് മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താം. മ്യൂച്വൽ ഫണ്ട് മാനേജ് ചെയ്യുന്ന മ്യൂച്വൽ ഫണ്ട് ഹൗസുകളാണ്. പ്രൊഫഷണലി മാനേജ് ചെയ്യുന്ന ഫണ്ട് മാനേജേഴ്സ് ഉണ്ട്. നല്ലൊരു മ്യൂച്വൽ ഫണ്ട് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ട ഒരു ദൗത്യം. അപ്പോൾ നിഫ്റ്റി ഹയർ ഹൈസ് എല്ലാം തന്നെ ക്രിയേറ്റ് ചെയ്ത് പോകുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് ഇക്വിറ്റിയിലുള്ള അലോക്കേഷൻ വേണം, ട്രേഡ് മാത്രം ചെയ്യരുത്. കാരണം ട്രേഡ് ചെയ്യുമ്പോൾ നമുക്ക് ഈ നിഫ്റ്റി ഇത്ര ശക്തമായിട്ട് റാലി ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു ബെനിഫിറ്റ് കിട്ടില്ല. എന്നോട് ആരെങ്കിലും ചോദിച്ചാൽ ഞാൻ പറയും, ഞാൻ ഇൻവെസ്റ്റ്മെൻറ്റോടൊപ്പം തന്നെ ട്രേഡ് ചെയ്യുന്ന ഒരാളാണ്. ഇൻവെസ്റ്റ്മെൻറ്റിൽ തന്നെ പോർട്ട്ഫോളിയോ ഡൈവേഴ്സിഫിക്കേഷൻ പരമാവധി ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. ഗോൾഡും ഡെപ്റ്റിൽ തന്നെ GSECും STBയും, ഡെപ്റ്റ് മ്യൂച്വൽ ഫണ്ടും, മ്യൂച്വൽ ഫണ്ടിൽ തന്നെ പലതരത്തിലുള്ള മ്യൂച്വൽ ഫണ്ടും, സ്റ്റോക്കിൽ തന്നെ പലതരം തീമാറ്റിക്കും പലതരം സെക്ടർ വൈസും ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താൻ പരമാവധി ശ്രമിക്കാറുണ്ട്. ഗ്ലോബൽ മാർക്കറ്റിലേക്ക് നോക്കാം. അപ്പോൾ അതുപോലെ നമുക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തി ആ ഒരു ഫണ്ടിനെ നമ്മളെ ബ്രോക്കറിന് പണയപ്പെടുത്തി കിട്ടുന്ന ഫണ്ട് കൊണ്ടാണ് ഞാൻ ഓപ്ഷൻ ചെയ്തത്. നമ്മളെ കോഴ്സിലും ആ രീതിയാണ് നമ്മൾ പരമാവധി നമ്മൾ പഠിപ്പിക്കുന്നത്. അപ്പോൾ അത്തരത്തിൽ ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻ കേരളത്തിലെ ഏറ്റവും കുറഞ്ഞ ഫീസിൽ കൊച്ചിയിലും കാലിക്കറ്റിലും ഉണ്ട്. ഓൺലൈനായിട്ടും ജോയിൻ ചെയ്യാം. താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടാം. ഗ്ലോബൽ മാർക്കറ്റ് പരിശോധിക്കാം. ഏറ്റവും ടോപ്പിൽ കാണാം ഗോൾഡ്. $2067 ഗോൾഡ് എത്തി നിൽക്കുന്നുണ്ട്. കൂടാതെ തന്നെ ഇന്ന് ഇന്ത്യൻ റുപ്പീസ് ഡോളറിനെതിരെ 80 രൂപ 87 പൈസ. ആദ്യ ബാച്ചിലുള്ള ഏഷ്യൻ മാർക്കറ്റ് എല്ലാം തന്നെ ഗ്രീനിൽ ക്ലോസ് ചെയ്യാൻ സാധിച്ചു. ഓസ്ട്രേലിയ, ചൈന, കൊറിയ, ജപ്പാൻ
ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന യൂറോപ്യൻ മാർക്കറ്റ് പോസിറ്റീവാണ്. MOX റഷ്യൻ മാർക്കറ്റും പോസിറ്റീവാണ്. ബിറ്റ്കോയിൻ രാവിലെ ഒന്ന് ഇടിവ് ഉണ്ടായിരുന്നു $1,200. ഇപ്പോൾ ഒന്ന് തിരിച്ചു കയറി 42,741. ഇന്ത്യ വിക്സ് ഇന്ന് 6% സ്പൈക്ക് ഉണ്ടായി. ആദ്യമായിട്ട് ഇന്ത്യ വിക്സ് ഏറെ നാളുകൾക്ക് ശേഷം 15.5 എന്ന നിലയിലേക്ക് എത്തി നിൽക്കുകയാണ്. ഡോ ഫ്യൂച്ചർ രാവിലെ മുതൽ സ്ലൈറ്റ്ലി ഒരു ബീറിഷ് സെൻറ്റിമെൻറ്റ്സ് ആണ് ഡോ ഫ്യൂച്ചറിലുള്ളത്. മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് US മാർക്കറ്റിനെ സംബന്ധിച്ച് വാർത്തകളുണ്ട്. പക്ഷെ അത് പശ്ചിമേഷ്യയിലുള്ള ആ ഒരു ചെറിയൊരു ക്രമസമാധാനക്കുറവും കൂടാതെ തന്നെ ഈ ഒരു ഷിപ്പിംഗ് മേഖലയിൽ റീറൂട്ട് ചെയ്യപ്പെടും എന്നുള്ള ആ ഒരു ന്യൂസ് കാരണം ഇപ്പോൾ ഓയിലിൻ്റെ എല്ലാം തന്നെ വില കൂടുന്നുണ്ട്. അത് നമുക്ക് ന്യൂസിൽ ചർച്ച ചെയ്യാം. ഓക്കെ, നമുക്ക് നേരെ ന്യൂസിലേക്ക് കടക്കാം. ഓപ്പൺ ഇൻട്രസ്റ്റുകളെല്ലാം തന്നെ നാളെ രാവിലെ നമുക്ക് ചർച്ച ചെയ്യാം. നാളെ നിഫ്റ്റിയുടെയും ബാങ്ക് നിഫ്റ്റിയുടെയും മന്ത്ലി എക്സ്പയറി ആണ്. സ്വാഭാവികമായിട്ടും മാർക്കറ്റ് വോളറ്റൈലാവും. കൂടാതെ തന്നെ ഇത്ര അധികം വിക്സ് ഉയർന്നിട്ടുണ്ട്. പ്രീമിയം എല്ലാം തന്നെ വളരെ ശക്തമായിട്ട് സ്പൈക്ക് ചെയ്തിട്ടുണ്ട്. വിശദമായിട്ട് നാളെ രാവിലെ നമുക്ക് ഓപ്പൺ ഇൻട്രസ്റ്റ് പരിശോധിക്കാം. ഇപ്പോൾ നമുക്ക് നേരെ സ്റ്റോക്കുകളുടെ ന്യൂസുകൾ നോക്കാം. ആദ്യമായിട്ട് സിമെൻറ്റ് സെക്ടറിൽ ഇന്ന് അൾട്രാടെക് സിമെൻറ്റ് റാലി രേഖപ്പെടുത്തിയിട്ടുണ്ട്. നിഫ്റ്റിയിൽ മികച്ച ഒരു കോൺട്രിബ്യൂഷൻ നൽകാനായിട്ട് അൾട്രാടെക് സിമെൻറ്റിന് കഴിഞ്ഞിട്ടുണ്ട്. പ്രധാന കാരണം ന്യൂമോർ എന്ന് പറയുന്ന റേറ്റിംഗ് ഏജൻസി അൾട്രാടെക് സിമെൻറ്റ്, ഡാൽമിയ ഭാരത്, രാംകോ സിമെൻറ്റ് തുടങ്ങിയ സിമെൻറ്റ് കമ്പനികളുടെ ടാർഗറ്റ് ഇൻക്രീസ് ചെയ്തു എന്നുള്ള ഇത് കാരണം കൊണ്ടാണ് അൾട്രാടെക് സിമെൻ്റ് എല്ലാം തന്നെ ഇന്ന് അതിൻ്റെ ഒരു 52 വീക്ക് ഹൈയിലാണുള്ളത്. 3% റാലി, 3 lakh മാർക്കറ്റ് ക്യാപ്പ് അൾട്രാടെക് സിമെൻറ്റ് ഇപ്പോൾ കരസ്ഥമാക്കിയിട്ടുണ്ട്. ഭാരതി ഇൻഡസ്ട്രീസ് 3000 കോടി രൂപയുടെ ഒരു ഓർഡർ ഒരു ഗ്ലോബൽ അൽഗോക്കം എന്ന കമ്പനിയായിട്ട് സൈൻ ചെയ്തു എന്നുള്ള ന്യൂസ്. L&T ഇന്ത്യയിലെ ലീഡിംഗ് കൺസ്ട്രക്ഷൻ കമ്പനിയാണ് L&T. സൗദി അറേബ്യയിലെ റെഡ് സീ റീജിയനിൽ നിന്ന് അമല പ്രൊജക്റ്റിൻ്റെ ഭാഗത്ത് നിന്ന് അവർക്കൊരു പുതിയ മേജർ ഓർഡർ കിട്ടി എന്നുള്ള ന്യൂസ്. വിപ്രോ ഇന്ന് നിഫ്റ്റിയിൽ ഇൻഫോസിസ് എല്ലാം തന്നെ ശക്തമായ റാലി രേഖപ്പെടുത്തി. ഇന്ന് വിപ്രോ റാലി രേഖപ്പെടുത്തിയില്ല. പ്രധാനമായിട്ടും വിപ്രോയുടെ ഫോർമർ CFOക്കെതിരെ ജിതിൻ ദലാലിനെതിരെ വിപ്രോ കേസ് ഫയൽ ചെയ്തിട്ടുണ്ട്. 20 വർഷം വിപ്രോയിലുണ്ടായിരുന്ന ഇതാണ് ജിതിൻ ദലാൽ. അതിനുശേഷം വേറൊരു IT കമ്പനിയിൽ ജോയിൻ ചെയ്തു. അപ്പോൾ എന്തോ ഒരു സാമ്പത്തികമായിട്ടുള്ള ചെറിയൊരു പ്രശ്നം കാരണമാണ് ഇപ്പോൾ വിപ്രോ കേസ് ഫയൽ ചെയ്തിട്ടുള്ളത്. വിപ്രോ ഇന്ന് സ്ലൈറ്റ്ലി റെഡിലാണ് ഇത് കാരണം ക്ലോസ് ആയിട്ടുള്ളത്. ഇന്ന് IPOയിൽ RBS ജ്വല്ലേഴ്സിൻ്റെ IPO ഉണ്ടായിരുന്നു. 100 രൂപയായിരുന്നു ഇഷ്യൂ പ്രൈസ്. 100 രൂപയ്ക്ക് തന്നെ ലിസ്റ്റ് ചെയ്തു. പ്രത്യേകിച്ച് നേട്ടമൊന്നും ഉണ്ടായിട്ടില്ല. വിഷ്ണു പ്രകാശ് ആർ പെങ്കല കമ്പനി ഇന്ന് ഏകദേശം 12% റാലി രേഖപ്പെടുത്തി. രാവിലെ പ്രീ മാർക്കറ്റിൽ നമ്മൾ പറഞ്ഞിരുന്നു ഈ ഒരു സ്റ്റോക്ക് 900 കോടി രൂപയുടെ ഒരു ഓർഡർ ഉത്തരാഖണ്ഡ് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് കിട്ടിയതായിട്ടാണ് കമ്പനീനെ സംബന്ധിച്ചുള്ളൊരു പോസിറ്റീവായിട്ടുള്ള ന്യൂസിന് കാരണമായത്. ഹാപ്പി ഫോർജിൻ കമ്പനി 18% ലിസ്റ്റിംഗ് ഗെയിൻ കിട്ടിയ IPOയിൽ ഇന്ന് ലിസ്റ്റ് ചെയ്ത കമ്പനിയാണ്. അദാനി എനർജി സൊല്യൂഷൻ ഏകദേശം 100% ഹൽവാർഡ് ട്രാൻസ്മിഷനിൽ 3000 കോടി രൂപയ്ക്ക് അക്യൂർ ചെയ്തു എന്നുള്ള ഒരു ന്യൂസ്. ഇനി ക്രൂഡ് ഓയിലിൻ്റെ വില എല്ലാം തന്നെ $80 പെർ ബാരൽ എന്ന നിലയിലേക്ക് തിരികെ എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഷിപ്പിംഗ് ഇൻഡസ്ട്രി അസോസിയേഷൻ വാൺ ചെയ്തിരിക്കുന്നത് ഈ ഒരു റെഡ് സീയിൽ ഇപ്പോൾ ഒരു ക്രൈസിസ്, കപ്പലുകൾക്ക് നേരെ ആക്രമണം നടത്തുന്നുണ്ട്. അപ്പോൾ ഇത് കാരണം കപ്പലുകൾക്ക് റീറൂട്ട് ചെയ്യപ്പെടേണ്ടി വരുമെന്നുള്ളതാണ്. അങ്ങനെ റീറൂട്ട് ചെയ്യപ്പെടുകയാണെങ്കിൽ ഷിപ്പിംഗ് കോസ്റ്റ് 80% വരെ വർദ്ധിക്കാനായിട്ട് കാരണമാകും. അത് കാരണം ക്രൂഡിൻ്റെ വില ഇന്ന് $80 പെർ ബാരൽ എന്ന നിലയിലേക്ക് തിരികെ എത്തിയിട്ടുണ്ട്. അപ്പോൾ അത് സൂക്ഷ്മമായിട്ട് വാച്ച് ചെയ്യേണ്ട ന്യൂസാണ്. സിസലോൺ ഇന്ന് ഏകദേശം 100 മെഗാവാട്ടിൻ്റെ ഒരു ഓർഡർ മഹേന്ദ്ര സിസ്റ്റൻ നോറിഡ എന്ന കമ്പനിയിൽ നിന്ന് ലഭിച്ചു. GMR എയർപോർട്ട് കമ്പനി ഫിലിപ്പീൻ എയർപോർട്ടിൻ്റെ ഭാഗത്ത് നിന്ന് $3 ബില്യൺ ഒരു ഓർഡർ കിട്ടി. PVR ഇന്ന് ഗ്രീനിയൻ ക്ലോസ് ചെയ്തു. പ്രഭാസ് നായകനായിട്ടുള്ള സലാർ 500 കോടി രൂപ കളക്ട് ചെയ്തു. ഷാറുഖ് ഖാൻ നായകനായിട്ടുള്ള ഡെങ്കി ഇപ്പോൾ 250 കോടി രൂപ കളക്ട് ചെയ്തു എന്നുള്ള ന്യൂസാണ് PVRനെ സംബന്ധിച്ചുള്ളത്. അദാനി ടോട്ടൽ ഗ്യാസ് ഫ്ലിപ്കാർട്ടായിട്ട് ഒരു മെമ്മോറണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിങ് സൈൻ ചെയ്തിട്ടുണ്ട്. ഫ്ലിപ്കാർട്ടിന് വേണ്ടിയിട്ടുള്ള നാച്ചുറൽ ഗ്യാസുകളെല്ലാം തന്നെ എത്തിച്ചു കൊടുക്കുക എന്നുള്ളൊരു കോൺട്രാക്റ്റാണ് അദാനി ടോട്ടൽ ഗ്യാസിന് കിട്ടിയിട്ടുള്ളത്. ഇന്ത്യൻ റിയൽ എസ്റ്റേറ്റ് മേഖല ഹൈ ഡിമാൻഡ് ഇപ്പോൾ കാണുന്നുണ്ട്. 2024 ഈ ഒരു റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ ഈ ഒരു കുതിപ്പ് ഉണ്ടാകുമെന്നാണ് കമ്പനികൾ അറിയിച്ചിട്ടുള്ളത്. DLF ആവട്ടെ, പ്രസ്റ്റീജ് ആവട്ടെ, ഒരുപാട് പുതിയ പ്രൊജക്റ്റുകൾ വരുന്നുണ്ട്. JBM ഓട്ടോ 2000 ഇലക്ട്രിക്കൽ ബസ്സിൻ്റെ ഓർഡർ ഈ ഒരു ഫിനാൻഷ്യൽ ഇയറിൽ അവർക്ക് കമ്പനി എയിം ചെയ്തിട്ടുണ്ടെന്ന് കമ്പനി അറിയിച്ചു. SBI ഫിക്സഡ് ഡെപ്പോസിറ്റിൻ്റെ എല്ലാം തന്നെ ഇൻട്രസ്റ്റ് റേറ്റ് 0.5 ബേസ് പോയിൻ്റ് ഉയർത്തിയിട്ടുണ്ട്. ഇത് സ്റ്റോക്കുകളെ സംബന്ധിച്ചുള്ള ന്യൂസുകളാണ്. കമ്പനികളുടെ ഇപ്പോഴുള്ള ചാർട്ട്, ഇപ്പോഴുള്ള വില
എന്താണ് എന്നുള്ളത് ഈ ഒരു ന്യൂസായിട്ട് നിങ്ങൾ കോറിലേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇതൊരു ബൈയോ സെല്ലോ ഇൻഡിക്കേഷൻ അല്ല. വിശദമായിട്ടുള്ള ന്യൂസായിട്ട് നാളെ രാവിലെ 7:00 എത്താം. എല്ലാവർക്കും ശുഭരാത്രി. താങ്ക് യു. ബൈ ഓൾ.